കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ലൊരു TWS ഓൺലൈനിൽ സെർച്ച് ചെയ്യുക എന്നുള്ളത് ഇച്ചിരി തല പോകുന്ന കേസ് തന്നെ. കാരണം ഓരോ കമ്പനികളും ദിവസം തോറും ഓരോ മോഡലുകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിൽ നിന്ന് നല്ലതൊന്ന് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി കൺഫ്യൂഷൻ പിടിച്ച കാര്യം തന്നെ. ഇനി അതിന്റെ ആവശ്യമില്ല. കാരണം ഞാനിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. അതാണ് ബോൾട്ടിന്റെ Z40 Pro. ഈ 8 പോയിന്റ്സിലൂടെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് ഞാൻ ഇന്ന് തരാൻ പോകുന്നത്. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇതിന്റെ ഡിസൈൻ ആണ്. ലിഡ് തുറക്കുമ്പോൾ ഒരു സൂപ്പർ കാറിന്റെ ഡോർ തുറക്കുന്ന ലുക്കാണ് ഇതിനുള്ളത്. ഇതൊരു മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന തരത്തിൽ കോമ്പാക്ട് ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിന്റെ കളർ കോമ്പിനേഷൻ ആണ്. ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് കോമ്പിനേഷൻ ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ കേസിന് ഒരു റബ്ബർ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കയ്യിലൊക്കെ പിടിക്കുമ്പോൾ നല്ലൊരു പ്രീമിയം ഫീൽ ആണ് ലഭിക്കുന്നത്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ 4 കളർ ഓപ്ഷനിലാണ് ഇത് വരുന്നത്. ഇത് IPX5ന്റെ വാട്ടർ റെസിസ്റ്റന്റ് ആണ്. അതായത് ജിമ്മിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇച്ചിരി വേർത്താലും ചെറിയ ചാറ്റൽ മഴ കൊണ്ടാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ ഇതിന്റെ ടച്ച് കൺട്രോളിലേക്ക് വന്നാൽ സിംഗിൾ ടാപ്പ് ചെയ്തുകൊണ്ട് മ്യൂസിക് പ്ലേ ഓർ പോസ് ചെയ്യാം. കൂടാതെ കോളും റിസീവ് ചെയ്യാം. ഡബിൾ ടാപ്പ് ചെയ്തുകൊണ്ട് മ്യൂസിക് നെക്സ്റ്റ് ഓർ ബാക്ക് പോകാം. ട്രിപ്പിൾ ടാപ്പ് ചെയ്തുകൊണ്ട് മ്യൂസിക്കിന്റെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം. 4 ടാപ്പ് ചെയ്തുകൊണ്ട് ഗെയിം ഓർ മ്യൂസിക് മോഡ് സെലക്ട് ചെയ്യാം. ലോങ് പ്രസ് ചെയ്തുകൊണ്ട് ഗൂഗിൾ അല്ലെങ്കിൽ സിറി ആക്ടിവേറ്റും ചെയ്യാം. കണക്ടിവിറ്റിയിലേക്ക് വന്നാൽ ബ്ലൂടൂത്ത് വേർഷൻ 5.3 ആണ് ഇതിൽ വരുന്നത്. പിന്നെ ആപ്പിന്റെ കാര്യം നോക്കിയാൽ ആപ്പിനെ കുറിച്ച് ഇതിനകത്ത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ആപ്പിന്റെ സപ്പോർട്ടൊന്നും ഇതിലില്ലെന്നാണ് തോന്നുന്നത്. പിന്നെ ഇതിൽ ഗൂഗിൾ അസിസ്റ്റന്റ് സിറിയും സപ്പോർട്ട് ആവുന്നുണ്ട്. നമുക്കത് ഹെഡ്സെറ്റിൽ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് ആക്ടിവേറ്റ് ചെയ്യാം. ഇതിൽ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഇല്ല. ENC ആണുള്ളത്. ക്വാഡ് മൈക്കിന്റെ ENC ആണ്. അതായത് ഒരു ഹെഡ്സെറ്റിൽ 2 മൈക്ക് വീതം. അതുകൊണ്ട് തന്നെ കോൾ ചെയ്യുമ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ വോയിസ് കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത്. അത് കിട്ടുമോ ഇല്ലെന്ന് നമുക്ക് കോൾ ചെയ്ത് നോക്കാം. നമുക്കൊരു കോൾ ചെയ്തുകൊണ്ട് ഇതിന്റെ കോൾ ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ കേൾക്കുന്നതാണ് ഇതിലൂടെ കോൾ ചെയ്യുമ്പോഴുള്ള കോൾ ക്വാളിറ്റി. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത് ബേസിന് പ്രാധാന്യം കൊടുത്തൊരു സൗണ്ട് ക്വാളിറ്റിയാണ്. 10mm ബൂമെക്സ് ടെക്നോളജിയിലുള്ള ബേസ് ഡ്രൈവേഴ്സ് ആണ് ഇതിൽ വരുന്നത്. ബേസ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഇത്. ഈ പ്രൈസ് റേഞ്ചിൽ നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയാണ് കിട്ടുന്നത്. മാത്രവുമല്ല ബേസ് ലവേഴ്സിന് നല്ലൊരു ഓപ്ഷൻ കൂടിയാണിത്. 100 മണിക്കൂറിന്റെ പ്ലേ ടൈം ആണ് കേസ് ഉൾപ്പെടെ കിട്ടുന്നത്. പിന്നെ ഒറ്റ ചാർജിൽ ഓരോ ഹെഡ്സെറ്റിനും 8 മണിക്കൂർ കിട്ടുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ ഇതിൽ അൾട്രാ ഫാസ്റ്റ് ചാർജിംഗ് ആണ് വരുന്നത്. അതായത് 10 മിനിറ്റ് ചാർജ് ചെയ്യുമ്പോൾ 120 മിനിറ്റിന്റെ പ്ലേ ടൈം കിട്ടുന്നുണ്ട്. 45 ms അൾട്രാ ലോ ലേറ്റൻസിയിലാണ് ഇത് വരുന്നത്. ഒരു ലോസ്ലെസ് എക്സ്പീരിയൻസ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അത് കിട്ടണമെങ്കിൽ വയേർഡ് ഹെഡ്സെറ്റ് തന്നെ ഉപയോഗിക്കേണ്ടി വരും. പിന്നെ ഈ പ്രൈസ് റേഞ്ചിൽ നോക്കുമ്പോൾ 45 ms എന്ന് പറയുന്നത് നല്ലൊരു ഡീസന്റ് ലേറ്റൻസി തന്നെയാണ്. നമുക്കതൊന്ന് ഗെയിം കളിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങളൊരു ഗെയിമർ ആണെങ്കിൽ വയേർഡ് ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഗെയിമിങ്ങിന് വേണ്ടി ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. സോ ഇതൊക്കെയാണ് ബോൾട്ടിന്റെ Z40 Proയിൽ വരുന്നത്. ഈ പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് താഴെ കമന്റ് ബോക്സിൽ പറയുക.